ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം വരുന്നു എന്നുള്ള ദൃശ്യം 3 ദൃശ്യം 3യെ പറ്റി ഒരു റിപ്പോർട്ട് പറഞ്ഞു. ചിത്രം ദൃശ്യം 3 ഞാൻ ഒരു ഹോട്ട് ആൻഡ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റും കൂടെ പ്രേക്ഷകരോട് പറയാണ്. ദൃശ്യം 3യുടെ ടീസർ ജനുവരി 1-ാം തീയതി വരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നുള്ളതാണ്. ദൃശ്യം 3 ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി അതിൻ്റെ ദൃശ്യം 3 ടീസർ പുറത്തു വരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും കൂടിയായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? ജോസഫ് സംവിധാനം ചെയ്യുന്ന ആശീർവാദ് സിനിമാസിന്റെ മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 350 കോടി ക്ലബിൽ കയറിയെന്ന് നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ. അതിനിടയിലാണ് 350 കോടി രൂപ ഷൂട്ടിംഗ് പോലും പൂർത്തിയാകാൻ കഴിയാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. മോഹൻലാൽ വുഡ്, അത് തന്നെയാണ്, മോളിവുഡ് അല്ല, മോഹൻലാൽ വുഡ് ആണ്. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഇപ്പൊ എത്രയോ സിനിമകൾ OTT പോലും കിട്ടാതെ ഇവിടെ മാറി പെട്ടിയിലിരിപ്പുണ്ട്. എത്രയോ സിനിമകൾ OTT ഡീൽ പോലും ആവാതെ നിൽപ്പുണ്ടെന്ന് അറിയാമോ മലയാളത്തിൽ തന്നെ. കോവിന്ദൻകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മലയാള സിനിമയിൽ ഇതുവരെ ആർക്കും കഴിയില്ല, അത് മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദൃശ്യം പോലൊരു ഫ്രാഞ്ചൈസിന്റെ മൂന്നാം ഭാഗം ഇന്ത്യൻ സിനിമ ഒട്ടാകെ ആളുകൾ കാത്തിരിക്കുന്നതാണ്. മലയാളികളല്ല, ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്നതാണ്. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ് നീ മണ്ണ് വിട്ടുപോകും. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും, പേടിക്കുന്നു. കുഴപ്പമുണ്ടാക്കാം, അത് കാണാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത.